പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നതരെ വധിക്കാൻ ഇറാന്റെ പിന്തുണയോടെ ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കുന്ന ഇസ്രയേലി പൌരൻ അറസ്റ്റിൽ. തുർക്കിയുമായി ബന്ധമുള്ള വ്യവസായിയാണ് ഇസ്രയേലി സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, ആഭ്യന്തര ഇന്റലിജൻസ് ഏജൻസിയായ ഷിൻ ബെത്തിന്റെ മേധാവി എന്നിവരെ വധിക്കുന്നതിന്റെ സാധ്യതകൾ ചർച്ച ചെയ്യാനായി ഇറാനിൽ നടന്ന 2 യോഗങ്ങളിൽ ഇയാൾ പങ്കെടുത്തുവെന്നാണ് അധികൃതർ പറയുന്നത്. കഴിഞ്ഞ മാസമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്ന് ഷിൻ ബെത്തും ഇസ്രയേലി പോലീസും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. 2 തവണയും അതീവ രഹസ്യമായാണ് ഇയാൾ ഇറാനിലേക്ക് പോയത്. ദൌത്യം നടപ്പാക്കാനായി ഇറാന്റെ പക്കൽ നിന്ന് ഇയാൾ പണം കൈപ്പറ്റിയെന്നും പ്രസ്താവനയിൽ പറയുന്നു. ദക്ഷിണ ഇസ്രയേലിലെ നഗരമായ അഷ്കലോണിൽ നിന്നുള്ള മോതി മാമൻ എന്ന 73-കാരനാണ് അറസ്റ്റിലായത്. ഒരുപാട് കാലം തുർക്കിയയിൽ താമസിച്ചിരുന്ന ഇയാൾക്ക് അവിടെയുള്ള തുർക്കിഷ് ഇറാനിയൻ പൌരന്മാരുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഈ വർഷം ഏപ്രിലിൽ മോതി മാമൻ 2 തുർക്കിഷ് പൌരന്മാരുടെ ഇടനിലയിൽ ഇറാനിൽ താമസിക്കുന്ന കോടീശ്വരനായ എഡിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമ്മതം മൂളി. ഇയാളുടെ പ്രതിനിധികളായ 2 പേരുമായാണ് മാമൻ കൂടിക്കാഴ്ച നടത്തിയത്. തുർക്കിയയിലെ സിറിയൻ അതിർത്തിക്ക് സമീപമുള്ള നഗരമായ സമൻഡാഗിലായിരുന്നു കൂടിക്കാഴ്ച. ഇവിടെ വച്ച് ഇയാൾ എഡിയുമായി ഫോണിൽ സംസാരിച്ചുവെന്നും ഇസ്രയേലി പോലീസ് പറഞ്ഞു. മെയ് മാസത്തിൽ സമൻഡാഗിൽ വീണ്ടും കൂടിക്കാഴ്ച നടന്നു. എഡിക്ക് ഇറാനിൽ നിന്ന് പുറത്തുവരാൻ കഴിയാത്തതിനാൽ മോതി മാമനെ കിഴക്കൻ തുർക്കിയയിലെ അതിർത്തി വഴി രഹസ്യമായി ഇറാനിൽ എത്തിച്ചുവെന്നും ഇറാനിൽ വച്ച് മാമൻ എഡിയുമായും ഇറാൻ സുരക്ഷാ സേനയിലെ അംഗമെന്ന് പരിചയപ്പെടുത്തിയ ഖ്വജ എന്ന ആളുമായും കൂടിക്കാഴ്ച നടത്തി. എഡിയുടെ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. ഓഗസ്റ്റിൽ വീണ്ടും മാമൻ ഇറാനിലെത്തി എഡി ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ചയും നടത്തി. ഈ കൂടിക്കാഴ്ചയിലാണ് നെതന്യാഹു ഉൾപ്പെടെയുള്ളവരെ വധിക്കാനുള്ള ഗൂഢാലോചന നടന്നത്. ഇതിനുശേഷം ഇസ്രയേലിൽ എത്തിയപ്പോഴാണ് മോതി മാമൻ അറസ്റ്റിലാകുന്നത് എന്നും ഷിൻബത്ത് പ്രസ്താവനയിൽ അറിയിച്ചു. ലെബനനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിന് ഇടെയാണ് അറസ്റ്റ് വാർത്ത പുറത്തുവരുന്നത്. ഹിസ്ബുള്ള അംഗങ്ങൾ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ച 10-ലേറെ പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇതെന്നും ശ്രദ്ധേയമാണ്. ഇസ്രയേലി പ്രതിരോധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫായിരുന്ന മോഷെ യാലോൺ ഉൾപ്പെടെ പ്രതിരോധ മേഖലയിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നവരെ വധിക്കാൻ ഹിസ്ബുള്ള പദ്ധതിയിടുന്നതായി കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ ആരോപിച്ചിരുന്നു. അതേസമയം പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ പുറത്താക്കാനുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പദ്ധതികൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇസ്രയേലി പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചു. ഗാലന്റിന് പകരം വലതുപക്ഷ ന്യൂഹോ പാർട്ടിയുടെ നേതാവ് ഗിഡിയൻ സാറിനെ പ്രതിരോധ മന്ത്രിയാക്കാൻ നെതന്യാഹു അടുത്തയാഴ്ച ശ്രമങ്ങൾ നടത്തുമെന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗിഡിയോൻ സാറുമായി കഴിഞ്ഞ ദിവസം നെതന്യാഹു കൂടിക്കാഴ്ചയും നടത്തി. ഹമാസുമായി ഒരു കാരണവശാലും ധാരണ പാടില്ലെന്നാണ് സാർ വാദിക്കുന്നത്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുമായുള്ള സംഘർഷത്തിൽ സർക്കാരിന്റെ സമീപനത്തെക്കുറിച്ച് നെതന്യാഹുവും ഗാലന്റും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പ്രതിരോധ മന്ത്രിയെ പുറത്താക്കാനുള്ള നെതന്യാഹുവിന്റെ പദ്ധതികളെ മുൻ യുദ്ധ ക്യാബിനറ്റ് മന്ത്രി ബെന്നി ഗാൻസ് സുരക്ഷാ അശ്രദ്ധ എന്നാണ് വിശേഷിപ്പിച്ചത്. ഇപ്പോൾ നെതന്യാഹു ചെയ്യുന്നത് ഇസ്രയേലിന്റെ സുരക്ഷയെ ഏറ്റവും മൂർച്ചയുള്ള രീതിയിൽ അപകടത്തിലാക്കുമെന്നും ബെന്നി ഗാൻസ് പറയുന്നു. ഹിസ്ബുള്ളയ്ക്കെതിരായ ആസൂത്രിത നീക്കത്തിന് മുൻപ് പ്രതിരോധ മന്ത്രിയെ മാറ്റുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാലന്റിന് പകരം സാറിനെ നിയമിക്കാനുള്ള നെതന്യാഹുവിന്റെ പദ്ധതികൾ ഗാസ യുദ്ധം തുടരാനുള്ള ശ്രമമാണെന്ന് മുൻ പ്രധാനമന്ത്രി എഹൂദ് ബരാഖ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.